എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ പറ്റുന്നുണ്ടോ? വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി തൻ്റെ മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് തൻ്റെ 3 ആൺ സുഹൃത്തുക്കൾക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രമല്ല, അയാളെ മുത്തച്ഛനെ മൃഗീയമായിട്ട് കൊല്ലണം. അതോടൊപ്പം തന്നെ നിങ്ങൾ പുള്ളിയെ കൊല്ലുന്ന എനിക്ക് വീഡിയോ കോളിലൂടെ ലൈവായിട്ട് കാണണം. അങ്ങനെ ആ പെൺകുട്ടി കാണുകയാണ്. അതോടൊപ്പം ആ പെൺകുട്ടി കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് അറിയാമോ? ക്രൂരമായിട്ടായിരിക്കണം കൊല്ലണത്. അതോടൊപ്പം നഗ്നനാക്കണം, മുത്തച്ഛൻ്റെ തുണിയൊക്കെ മാറ്റിയിട്ട് വിവസ്ത്രനാക്കി കൊല്ലണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇത് ശരിക്കും നടന്നു, ഈ സംഭവങ്ങൾ നടന്നു. അങ്ങനെയാണ് കൊന്നിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടി വീഡിയോ കോളിലൂടെ കൊലപാതകം നേരിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് സംഭവിച്ച നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ വെറും 13 വയസ്സുള്ള പെൺകുട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 ആൺകുട്ടികളുമായിട്ട് ചേർന്ന്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെല്ലാം തന്നെ മൈനേഴ്സാണ്, 18 വയസ്സ് താഴെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഫോട്ടോസ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് രാജ്യത്തിൻ്റെ നിയമം. നിങ്ങൾ നിർഭയ കേസ് ഓർമ്മയുണ്ടോ? അതിൻ്റെ അകത്ത് ഏറ്റവും ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് 18 വയസ്സ് തികയാത്ത ഒരു ചെറുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരെയും തൂക്കിലേറ്റിയപ്പോൾ ഈ ചെറുക്കന് 3 വർഷം മാത്രം തടവ് ശിക്ഷ കൊടുത്ത് 25,000 രൂപയും തയ്യൽ മെഷീനൊക്കെ കൊടുത്ത് പുറത്തിറക്കി വിടുകയാണ്. അവൻ്റെ പേരോ വിവരങ്ങളോ പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അതായിപ്പോയി രാജ്യത്തിൻ്റെ നിയമം. അത് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്തെ എന്ന് മാത്രമല്ല രാജ്യത്തെ തന്നെ നടുക്കിയ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു സംഭവത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും A to Z ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട, അതായത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജെൻസി കിഡ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും പ്രശ്നക്കാരൊന്നുമല്ല. പക്ഷേ വളരെ കുറഞ്ഞ ഏറ്റവും ഒരു ടൈനി ശതമാനമുണ്ടല്ലോ, പെർസെൻറ്റേജ് ഉണ്ടല്ലോ, വളരെ പക്ക ക്രിമിനൽസാണ്. നമ്മൾ തന്നെ എത്രയോ കേസ് ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ സംസാരിച്ചിരിക്കുന്നു. കുട്ടികൾ തന്നെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടത്തിയത്. എനിക്കിപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2 വർഷം മുമ്പുള്ള ന്യൂ ഇയർ ദിവസത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ 2 ചെക്കന്മാർ ഒരു പെൺകുട്ടിയായിട്ട് വന്നിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുകയും അതോടൊപ്പം ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുകയാണ്. അത് മറ്റൊരു വ്യക്തി ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ആ ചോദ്യം ചെയ്ത ആ ഒരു യുവാവിന് ഈ 2 ചെക്കന്മാർ, മൈനറായിട്ടുള്ള ചെക്കന്മാർ, കയ്യിൽ കത്തിയായിട്ടാണ് യുവമാർ നടക്കുന്നത്. ആ കത്തി കൊണ്ട് മൃഗീയമായിട്ട് കുത്തി കൊല്ലുകയാണ്. പിന്നീട് നഞ്ചക്ക് വെച്ച് തലയിടിച്ച് കൊല്ലുക, സ്വന്തം അമ്മ അച്ഛനെ ഉപദ്രവിക്കുക, പിന്നെ സ്വന്തം സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഒരു ചെറിയ ശതമാനത്തിൻ്റെ ഇടയിൽ ഈ ക്രൈം എന്ന് പറയുന്ന വലിയ രീതിയിൽ കൂടി വരികയാണ്. നിങ്ങൾ ഏത് ഡാറ്റയോ സ്റ്റാറ്റിക്സോ എന്ത് വേണമെങ്കിലും നോക്കിയോ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. കുട്ടികൾക്കിടയിലെ ഈ ഒരു ക്രിമിനൽ സ്വഭാവം വളരെ വ്യാപകമായിട്ട് കൂടി വരികയാണ്. ഇപ്പോൾ ചില ചോദിക്കും, അല്ല പണ്ടും കുട്ടികൾ ക്രൈം ചെയ്യില്ലായിരുന്നു എന്നുള്ളതല്ലേ? എന്നാൽ കേട്ടുകൊള്ളുക, കുട്ടികൾ ഇത്രത്തോളം ക്രിമിനൽ മൈൻഡായിട്ട് പെരുമാറുന്ന ഒരു തലമുറ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നിങ്ങളുടെ അച്ഛനോടോ അപ്പൂപ്പന്മാരോടോ ഒക്കെ ചോദിച്ചു നോക്ക്. അവരുടെ കാലത്ത് ഒരു കുട്ടി ക്രൈം ചെയ്യുന്ന, ഇതുപോലുള്ള ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന അപൂർവമായിരുന്നു. പക്ഷേ ഇന്നത് വളരെ വ്യാപകമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. നമുക്ക് ഈ സംഭവത്തെപ്പറ്റി സംസാരിക്കാം. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ ഗ്രാമപഞ്ചായത്തിൽ 9ാം വാർഡിലെ ഒരു വാടക വീട്ടിലാണ് ശിവൻകുട്ടി ചെട്ടിയാർ, 65 വയസ്സ് അല്ലെങ്കിൽ ഒരു 66 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ വീട്ടിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഇളയ മകള്, പിന്നീട് ഈ 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഒരു കാര്യം ഓർക്കുക, മൈനർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുള്ളിയും ഈ കുട്ടിയായിട്ടുള്ള ബന്ധം അധികമായിട്ട് നമുക്ക് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ മുത്തച്ഛൻ എന്നുള്ള രീതി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ പുള്ളി ശിവൻകുട്ടി ചെട്ടിയാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇളയ മകള്, പിന്നീട് ഈ ചെറുമകൾ 13 വയസ്സുള്ള മകള്, ഇത്രയും പേരാണ് ആ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഓഗസ്റ്റ് 13-14 തീയതിയൊക്കെ ആയപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇളയ മകളും കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, പ്രസവത്തിന് വേണ്ടിയിട്ട് അഡ്മിറ്റഡ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോയി നിൽക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇളയ മകളും കൂടി പോവുകയാണ്. അപ്പോൾ നിലവിൽ വീട്ടിലുള്ളത് ശിവൻകുട്ടി ചെട്ടിയാരും ഈ 13 വയസ്സുള്ള കൊച്ചുമകളും മാത്രമാണ്. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി ശനിയാഴ്ച, സ്വാതന്ത്ര്യദിനമാണല്ലേ, അന്ന് ഈ പെൺകുട്ടി, 13 വയസ്സുള്ള ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ക്രിമിനൽ, അവൾ പറയുകയാണ്, ഞാൻ ഇന്നെൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അടുത്ത ദിവസം വരുമെന്നും പറഞ്ഞ്, രാവിലെ വരുമെന്നും പറഞ്ഞാണ് ഈ പെൺകുട്ടി പോകുന്നത്. അടുത്ത ദിവസം ഈ പെൺകുട്ടി അവിടെ വരുന്നുണ്ട്. വന്നപ്പോൾ തൻ്റെ മുത്തച്ഛനെ കാണുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടി വീണ്ടും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീട് ഈ പെൺകുട്ടി വരുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വന്നപ്പോൾ ആ പെൺകുട്ടി വീണ്ടും മുത്തച്ഛനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിളിച്ചിട്ടും കേൾക്കാത്തതുകൊണ്ട് തന്നെ പെൺകുട്ടി വളരെ പരിഭ്രാന്തയായിട്ട് അയൽവക്കത്തുള്ള വീടുകളൊക്കെ ചെന്ന് പറയുകയാണ്, ഞാൻ ഇന്നലെ വന്നായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്നലെ മുത്തച്ഛൻ പുറത്ത് വല്ലതും പോയതായിരിക്കും, അതുകൊണ്ട് ഞാൻ അവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ഇന്നാണ് വന്നത്, ഇന്നും വിളിച്ചിട്ട് കേൾക്കുന്നില്ല, പുള്ളിയെ പറ്റി വിവരമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നാട്ടുകാരെയൊക്കെ കൂട്ടുകയാണ്. അങ്ങനെ നാട്ടുകാർ വന്ന് ആ വീട് ഒരു വിധത്തിൽ തുറന്ന് അകത്ത് കയറി പരിശോധിക്കുകയാണ്. പരിശോധിച്ചപ്പോൾ അവർക്ക് കാണാൻ കാഴ്ച എന്തെന്നാൽ അകത്തെ മുറിയിൽ ശിവൻകുട്ടി ചെട്ടിയാരെ
കൈയും കാലും വളരെ ടൈറ്റായിട്ട് ബന്ധിച്ച നിലയിൽ കാണുകയാണ്. ശരീരത്ത് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കഴുത്തിൽ ഒരു തുണി വെച്ച് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. കാരണം മർദ്ദിച്ച പാടുകളുണ്ട്, തലയിലൊക്കെ ഇടിച്ചിട്ടുണ്ട്, പിന്നെ കഴുത്ത് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്, ഓക്കെ കൈയും കാലും കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൻ്റെ അകത്ത് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം റേഞ്ച് DIGയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയൊക്കെ തന്നെ സ്പോട്ടിലെത്തുകയാണ്. അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ ഓക്കെ കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പോലീസ് നോക്കുമ്പോൾ ഇവിടെ മുളക് പൊടിയൊക്കെ വിതറിയിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണത്തിൽ പോലീസിനൊരു കാര്യം മനസ്സിലാകുകയാണ്. വീട്ടിലുണ്ടായിരുന്ന പണവും 5 പവനോളമുള്ള സ്വർണ്ണാഭരണങ്ങളും അപഹരിക്കപ്പെട്ടിരിക്കുന്നു, മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പോലീസ് ആദ്യം തന്നെ എത്തിച്ചേർന്നൊരു നിഗമനം എന്തെന്നാൽ മോഷണ ശ്രമത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രതികൾ സംഭവ സ്ഥലത്ത് മുളക് പൊടി വിതറിയിട്ട് ഒക്കെയാണ് പോയിട്ടുള്ളത്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലീസ് നായ മണം പിടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അപ്പോഴും ഒരു സംശയം ബാക്കി നിൽപ്പുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിൻ്റെ ഇടയിൽ ഈ ഒരു ശിവൻകുട്ടി ചെട്ടിയാർ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ കൊന്നതാണെന്ന് നിഗമനം നടത്തിയാലും എന്തിന് നഗ്നനാക്കി കൊന്നു എന്നുള്ള ചോദ്യമായിരുന്നു അവിടെ ബാക്കി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസ് നോക്കുമ്പോൾ ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ശിവൻകുട്ടി ചെട്ടിയാർ തൻ്റെ ഇളയ മകൾക്കായിട്ടൊരു വീട് നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു ഈ വീടിൻ്റെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ആദ്യം സംശയിച്ചത് ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം ആ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ വീടിൻ്റെ ഒരു ഘടന അറിയാം, വീട്ടിൽ ഇദ്ദേഹമായിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പണമുണ്ടോ സ്വർണ്ണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് എത്തുന്നത്. മാത്രമല്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നിട്ട് സമാനമായിട്ടുള്ള ഒരുപാട് ക്രൈംസ് നടത്തിയിട്ടുള്ള ആ ഒരു ചരിത്രം നമുക്കറിയാമല്ലേ. അങ്ങനെ പോലീസ് ഇവരെല്ലാം കാര്യമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളോ ഒന്നും ലഭിച്ചില്ല. അപ്പോൾ ഇവരല്ല എന്നുള്ള കാര്യം പോലീസ് എന്തായാലും ഉറപ്പിക്കുകയാണ്, ഏകദേശം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദൈവദൂതനെ പോലെ പോലീസിനോട് ഒരു ഇൻഫോർമേഷൻ ഒരാൾ വന്ന് പറയുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അടുത്തുള്ള ബേക്കറി കടയിലെ ആ ഒരു വ്യക്തിയായിരുന്നു, ബേക്കറി കട നടത്തുന്ന ആ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പോലീസിനോട് പറഞ്ഞ കാര്യം എന്തെന്നാൽ ഈ പെൺകുട്ടിയുണ്ടല്ലോ, 13 വയസ്സുള്ള പെൺകുട്ടിയുണ്ടല്ലോ, അതുവരെ പോലീസിന് ആ പെൺകുട്ടിയുടെ മേൽ യാതൊരുവിധ സംശയങ്ങളോ കാര്യങ്ങളോ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ബേക്കറിക്കാരൻ പറഞ്ഞ കാര്യം എന്തെന്നാൽ ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് എൻ്റെ കടയിൽ വന്നിട്ട് പൊട്ടറ്റോ ചിപ്സ്, ഉരുളക്കിഴങ്ങ് ചിപ്സൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഇന്ന് ഈ മുത്തശ്ശൻ്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും ഈ പെൺകുട്ടി തൻ്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മധുര പലഹാരങ്ങളും മിഠായികളും സ്വീറ്റ്സൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടെന്ന് ഈ ബേക്കറിക്കാരൻ പോലീസിനോട് പറയുകയാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പോലീസ് ഈ പെൺകുട്ടിയെ സംശയിക്കുന്നത്. അങ്ങനെ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു, അപ്പോൾ എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയില്ല, ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പെൺകുട്ടി ഒരു നാടകം വരെ നടത്തുകയാണ്. ഈ ഒരു ഞായറാഴ്ച അവിടെ വന്നിട്ട് പോകുന്നുണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, ഞാൻ മുത്തശ്ശനെ തിരക്കി വന്നായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. കാണാത്തതുകൊണ്ട് വീണ്ടും പോയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടി ഞായറാഴ്ച ദിവസം നടത്തിയ ഒരു നാടകമായിരുന്നു ഈ സംഭവം. അതായത് ഈ മരണം, അയാളെ മരണപ്പെട്ട നിലയിൽ കാണുന്നത് തിങ്കളാഴ്ചയാണ്. അങ്ങനെ എന്തായാലും പോലീസ് ഇവളെ ചോദ്യം ചെയ്യുകയാണ്. ഇവൾ പറയുന്ന മൊഴിയിൽ പരസ്പര വിരുദ്ധതയുണ്ടായിരുന്നു, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പോലീസിന് മനസ്സിലായിരുന്നു. എന്തായാലും പോലീസിൻ്റെ ശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ പെൺകുട്ടി സമ്മതിക്കുകയാണ്, ഞാനാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടത്തിയത്, ഞാൻ കൊട്ടേഷൻ കൊടുത്തതാണ്. എൻ്റെ 3 ആൺസുഹൃത്തുക്കളുണ്ട്, അവരും മൈനേഴ്സാണ്, അവരുടെ പ്രായവും 16, ഒരാൾക്ക് 16 ബാക്കി 2 പേർക്കും 17. അപ്പോൾ അവരാണ് ഈ കൊലപാതകം നടത്തിയെന്ന് പറയുകയാണ്. ഇനി ഇതിൻ്റെ കൊല ചെയ്യാനുള്ള കാരണമായിട്ട് ആദ്യം പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മുത്തച്ഛൻ ശിവൻകുട്ടി ചെട്ടിയാരെന്നെ ബാറ്റ് ചെയ്തു, അതായത് ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ട് ഇയാൾ എന്നെ തൊട്ടു അല്ലെങ്കിൽ കയറി പിടിച്ചു, അതുകൊണ്ടാണ് ഞാൻ കൊന്നത്, വകവരുത്തിയതെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥിരം പല്ലവി എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം ലഘൂകരിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. ഇത് നമ്മൾ പലവണ കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾ മാത്രമല്ല പ്രായമായിട്ടുള്ളവർ ഈ കാര്യം ചെയ്യാറുണ്ട്. പണ്ട് നമ്മളൊരു വിഷയത്തെപ്പറ്റി സംസാരിച്ചതാണ്. എറണാകുളത്തെ ഒരു പെണ്ണ്, യുവതി പ്രസവിക്കുകയാണ്. ബാത്റൂമിൽ പ്രസവിച്ച് ആ നവജാത ശിശുവിനെ നേരെ ഒരു കവറിലാക്കി ഫ്ലാറ്റിൽ നിന്ന് താഴത്തോട്ട് റോഡിലേക്ക് എറിയുകയാണ്. എന്നിട്ട് കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ആ ചെറുക്കൻ എന്നെ പീഡിപ്പിച്ചാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതെന്ന് പറയുകയാണ്. അതോടെ ഈ പെണ്ണ് അതിജീവിതയായിട്ട് വാഴ്ത്തപ്പെടുകയാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ പിന്നീട് ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ റിലേഷനിലായിരുന്നു. അങ്ങനെയാണ് അവർ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാണ് അങ്ങനെയാണ് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുന്നത്. അല്ലാതെ റേപ്പോ കാര്യങ്ങളോ ഒന്നുമല്ലായിരുന്നു. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്
കിട്ടൂല, അതിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കൻ, പാവപ്പെട്ട ചെറുക്കനും അകത്തും പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസ് ഇവിടെ സംശയിച്ച ഇതാണ്. മാത്രമല്ല പിന്നീട് അതിൻ്റെ തെളിവ്, പെൺകുട്ടി ആ ഒരു ഗൗരവം അല്ലെങ്കിൽ അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് പറഞ്ഞാന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഈ 3 ചെക്കന്മാരുണ്ടല്ലോ, ഈ 3 ചെക്കന്മാരാരോ നോക്കുകയാണെങ്കിൽ ഇതിലൊരാൾ ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടാണ്. ഒരുത്തൻ +1 പഠിക്കുന്നു, ഒരുത്തൻ +1 പഠനം നിർത്തി, ഒരുത്തൻ +2 പഠിക്കുന്നു. ഇതിൽ ഏതാണ് ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് എന്ന് നമുക്കറിയത്തില്ല. കാരണം വിവരങ്ങളൊന്നും അധികം പുറത്തു വരില്ല, കുട്ടികളായതുകൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, നിർഭയ കേസിൽ പോലും നമുക്ക് ആ വിവരങ്ങൾ കിട്ടിയില്ല. അത് പറയത്തില്ല, നിയമമായിപ്പോയി, നമുക്ക് ഒന്നും ചെയ്യാനുമില്ല. എന്തായാലും ഈ പെൺകുട്ടി, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി നേരത്തെ ആ ഒരു ബാറ്റച്ച് ചെയ്തത് ഒരു കള്ളക്കഥയായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഉത്തരമായിട്ട് പോലീസ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യം എന്തെന്നാൽ ഇവരുടെ ചാറ്റ് ഹിസ്റ്ററിയാണ്. വാട്സാപ്പിൽ തൻ്റെ ഈ ബോയ് ഫ്രണ്ടായിട്ടുള്ള ചെക്കനുണ്ടല്ലോ, അവനുമായിട്ട് ഇവൾ 6 മാസമായിട്ട് ഇയാളെ തട്ടുന്ന കാര്യം, ഇയാളെ ഇല്ലാതാക്കുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരിടത്തും തന്നെ ഇയാൾ ബാറ്റച്ച് ചെയ്തിട്ടാണ് അയാളെ കൊല്ലണം, അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടാണ് ദേഷ്യമെന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം. ഈ പെൺകുട്ടിക്ക് അയാളോട് തോന്നിയ ആ ഒരു വിരോധമുണ്ടല്ലോ, ഓർക്കുക, കേവലം ആ വിരോധം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ പെൺകുട്ടിയുടെ ക്രിമിനൽ മൈൻഡ് സെറ്റാണ്. അവളുടെ ഈ സംഘം തന്നെ ഫുള്ള് ആ ഒരു ഗ്യാങ്ങിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ചെറിയ ശതമാനത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നമുള്ള ചെറിയ ശതമാനമായിരുന്നു ഇവരെല്ലാം, അവരുടെ ഗ്യാങ് തന്നെ. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ഒരു നിസാര കാര്യത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലണം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊട്ടേഷൻ കൊടുത്ത് പക്ക ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും കൊല്ലണം, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അത് ക്രിമിനൽ മൈൻഡ് സെറ്റാണ്. ആ പെൺകുട്ടിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം. ആ പെൺകുട്ടി ഈ ചെക്കന്മാർ ക്രിമിനൽസാണ്, അവരുടെ കൂടി കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു, കള്ള് ഉപയോഗിക്കുമായിരുന്നു. 13ാമത്തെ വയസ്സിലാണ് കള്ളും കഞ്ചാവ് ഉപയോഗിക്കുന്നത്. ഈ ചെക്കന്മാർ MDMA സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അത് ഈ പെൺകുട്ടിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി ഉപയോഗിച്ചോ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ കഞ്ചാവും കള്ളിൻ്റെ കാര്യത്തിൽ ഏകദേശം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ തന്നെ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആ പെൺകുട്ടിയുടെ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി കൊല്ലാനുള്ള കാര്യത്തെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത്, അല്ലേ? അപ്പോൾ അത് പ്രധാനമായിട്ടും ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞതും അതോടൊപ്പം തന്നെ ഈ ചാറ്റുകളിൽ നിന്നും പോലീസിന് മനസ്സിലായ കാര്യം എന്തെന്നാൽ, ഈ പെൺകുട്ടി മിക്ക ദിവസവും രാത്രിയിൽ ലേറ്റ് ആയിട്ടായിരുന്നു, താമസിച്ചായിരുന്നു വീട്ടിൽ വരുന്നത്. അപ്പോൾ 13 വയസ്സ് മാത്രമുള്ള കൊച്ചുകുട്ടിയാന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ചോദിക്കും, എവിടെയാ മോളെ, ഇങ്ങനെ നടക്കൂല. കാരണം ഓക്കെ, കുട്ടികളുടെ സേഫ്റ്റി നമുക്കറിയാം, അതൊക്കെ നോക്കണം. 18 വയസ്സ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു, അതും സ്വന്തം വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കും, ഇറ്റ്സ് ഓക്കെ. പക്ഷേ കുട്ടികളാകുമ്പോൾ നമ്മൾ കെയർ ചെയ്യണം. രാത്രിയിൽ അങ്ങനെ നമ്മൾ ഏതെങ്കിലും കുട്ടിയെ നിങ്ങൾ തോന്നിയ പോലെ ഇറക്കി വിടില്ല. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശൻ ചോദിക്കുമായിരുന്നു, എവിടെയാണ് മോളെ, ഇത്രയും പാതിരാത്രിയായിട്ടാണോ വീട്ടിൽ വരുന്നത് തുടങ്ങിയ എപ്പോഴും ഇങ്ങനെ ചോദിച്ച് ചെറിയൊരു ഒച്ചയും ബഹളമൊക്കെ ആകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആൺ സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അത് ഇവന്മാർ കൊള്ളരുതാത്തവന്മാരാണെന്നും ഒക്കെ ഇയാൾക്കറിയാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ കഞ്ചാവിൻ്റെയോ കള്ളിൻ്റെയോ ഉപയോഗമൊക്കെ പിടിച്ചിട്ടുണ്ടാകും, അത് ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നത്, ഈ പെൺകുട്ടിക്ക് വേണ്ടത് ഒരു ആഡംബര ലൈഫ് സ്റ്റൈലായിരുന്നു. ഈ റീൽസിലൊക്കെ കാണുന്ന തരം ജീവിതമില്ലേ, ഐഫോൺ, ബൈക്ക്, കാന്താരി ടൈപ്പ്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എപ്പോഴും ഇയാളോട് പൈസയൊക്കെ ചോദിക്കുമായിരുന്നു. അയാളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കും. പക്ഷേ കൂടുതലായിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കില്ല എന്ന് പറയുകയാണ്. മാത്രമല്ല ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ കയ്യോടെ പിടിച്ചിട്ടുണ്ടാകും. എന്തായാലും ഒന്ന് ഈ ചോദ്യം ചെയ്യൽ, പിന്നെ പൈസ തരാത്ത പ്രശ്നം, ഇതെല്ലാം കൂടെ ഈ പെൺകുട്ടിക്ക് ഭയങ്കര വൈരാഗ്യം ഇയാളോട് തോന്നുകയാണ്. ഓർക്ക് ഈ സംഭവങ്ങളൊക്കെ പല കുട്ടികളും ജീവിതത്തിൽ നേരിടുന്നതാണ്. പക്ഷേ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നവരെ കൊല്ലണമെന്നൊക്കെ വിചാരിക്കും, ഒരിക്കലുമില്ല. അത് ഈ പെൺകുട്ടിയുടെ ആ ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ്, ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. എന്തായാലും ആ ഒരു കാരണമായിരുന്നു ഈ ചെക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഭയങ്കര ശല്യമാണ്, ഇങ്ങനെ നമുക്ക് ഇല്ലാതാക്കി കളയണം, ആൾ ഡാർക്കാണ് തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവന്മാർ പറയുകയാണ്, കൊല്ലാനാ, നീ വേണമെങ്കിൽ 2 അടി കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കാം, അല്ലാണ്ട് കൊല്ലാനൊന്നും എങ്ങനെ, ഇതിൻ്റെ പേരിൽ എന്തിനാ കൊല്ലുന്നതെന്നൊക്കെ ആ ചെക്കന്മാർ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരാദ്യം അതിനൊന്നും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി ഈ ചെക്കന്മാരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. എന്താണെന്നറിയാവോ, എടാ നിങ്ങൾ കുറേ കാലമായില്ലേ ബൈക്ക് മേടിക്കണമെന്ന് പറയുന്നു, ഇയാളെ തട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ഏകദേശം 5 പവൻ സ്വർണവും പിന്നെ കുറച്ച് പൈസയൊക്കെ ഇരിപ്പുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആൾക്കാർ മോഷണമാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് അതെടുത്ത് ബൈക്ക് മേടിക്കാം. പിന്നെ എനിക്കൊരു ഐഫോൺ മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ എനിക്ക് ഐഫോൺ മേടിക്കാനും നിങ്ങൾക്ക് ബൈക്ക് മേടിക്കാനും നമുക്ക് അടിച്ചു പൊളിക്കാനും ട്രിപ്പ് പോകാനൊക്കെയുള്ള പൈസ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേക്കും ഈ ചെക്കന്മാർ വീഴുകയാണ്. അങ്ങനെ ഇവന്മാർ ഓക്കെ പറയുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഒരു പ്രൊഫഷണൽ കില്ലേഴ്സ് കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന പോലെ ഈ ക്രിമിനലായിട്ടുള്ള ഈ ഭൂമിക്ക് ഭാരമായിട്ടുള്ള അവന്മാരുണ്ടല്ലോ, 3 അവന്മാരുണ്ടല്ലോ, ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള നല്ലൊരു അവസരം അവർ നോക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് ശിവൻകുട്ടി ചെട്ടിയാരുടെ ഭാര്യയും ഇളയ മകളും കൂടിയിട്ട് മറ്റു മകളുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അവിടെ നിൽക്കാൻ പോവുകയാണെന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 15-ാം തീയതി ഈ പെൺകുട്ടിയും തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കാനാണെന്നും പറഞ്ഞ് മനഃപൂർവ്വം അവിടെ നിന്ന് മാറുകയാണ്. അങ്ങനെ ഇവന്മാരെ വിളിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ വാട്സാപ്പ്
വാട്സാപ്പിൽ അയക്കാം. അതോടൊപ്പം വീടിൻ്റെ അകത്തേക്ക് എങ്ങനെ കയറാം, ആസ്ബസ്റ്റോസ് ഷീറ്റ് മാറ്റിയിട്ട് അങ്ങനെ കയറാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെ കൊല്ലാമെന്ന്. അപ്പോൾ ആദ്യം ഈ ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പൈഡർ മൂവിയിൽ എസ് ജെ സൂര്യയുടെ ഒരു സ്പൈഡർ എന്ന് പറയുന്ന മൂവി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു കൊലപാതകം കാണിക്കുന്നത് വലിയൊരു കല്ല് തലയിലേക്ക് ഇട്ട് കൊല്ലുന്നതാണ്. അപ്പോൾ അതുപോലെ കൊല്ലാമെന്ന് ഈ ബോയ് ഫ്രണ്ട് പറയുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയുകയാണ് വീടിന് മച്ചുണ്ട് അതുകൊണ്ട് നടക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച് കൊല്ലാൻ അല്ലെങ്കിൽ അതിനുശേഷം കഴുത്ത് ഞെരിച്ച് മുറുക്കി കൊല്ലാനുള്ള ഒരു പദ്ധതിയിലേക്ക് ഇവന്മാരെത്തുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയുകയാണ് നിങ്ങൾ അയാളെ കൊല്ലുന്ന എനിക്ക് വീഡിയോ കോളിലൂടെ വാട്സാപ്പ് വീഡിയോ കോൾ ഉണ്ടല്ലോ അതിലൂടെ വീഡിയോ കോൾ വിളിച്ച് എനിക്ക് ലൈവായിട്ട് കാണാം, വെറുതെ കൊന്നാൽ പോരാ, മൃഗീയമായിട്ട് കൊല്ലണം, അയാളെ നഗ്നനാക്കിയിട്ട് വിവസ്ത്രനാക്കിയിട്ട് കൊല്ലണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ ചെക്കന്മാർ പ്ലാൻ ചെയ്ത് സെറ്റാക്കുകയാണ്. ഈ 3 ചെക്കന്മാരും കൊല്ലം പരവൂർ സ്വദേശികളാണ്. അപ്പോൾ ഇവരുമായിട്ട് ഈ പെൺകുട്ടിക്ക് എങ്ങനെ ബന്ധം നോക്കുകയാണെങ്കിൽ പെൺകുട്ടി 1 വർഷം മുമ്പ് വരെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ പരവൂരായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണ്. അങ്ങനെ എന്തായാലും ഈ ചെക്കന്മാർ അവിടുന്ന് ട്രെയിൻ മുഖാന്തരം, അതായത് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി ആലപ്പുഴ വരികയാണ്. ഇവന്മാർ വരുന്നതിന് മുമ്പ് തന്നെ MDMA അടിച്ചിട്ടാണ് വരുന്നത്. 17-16 വയസ്സുള്ള ചെക്കന്മാരെന്ന് ഓർക്കുക. MDMA അടിച്ച് എല്ലാം കരുതിക്കൂട്ടി വരികയാണ്. നേരെ ട്രെയിനും കയറി ആലപ്പുഴ വന്നിറങ്ങി പെൺകുട്ടിയെ വെച്ച ലൊക്കേഷനിൽ ഇവന്മാരെത്തുകയാണ്. എന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ ആസ്ബസ്റ്റോസ് ഷീറ്റ് മാറ്റിയിട്ട് അകത്ത് കയറുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശിവൻകുട്ടി ചെട്ടിയാർ അറിയുകയാണ്. അപ്പോൾ അയാൾ എഴുന്നേറ്റു, അയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശനാക്കി, വീഡിയോ കോൾ ഓണാക്കി വിവസ്ത്രനാക്കിയിട്ട് ഇയാളെ ലൈവായിട്ട് കൊല്ലുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ആ പെൺകുട്ടിയുടെ മൈൻഡ് സെറ്റ് എന്താണ്. നമ്മൾ ആ ഒരു സിനിമയിൽ കേതൽ ജിൻസൺ രാജയുടെയൊക്കെ കഥ കണ്ട പോലെ തന്നെ ലൈവായിട്ട് കൊലപാതകങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ, ബ്രൂട്ടൽ ഇതൊക്കെ കാണാൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ശിവൻകുട്ടി ചെട്ടിയാരെ ഇവന്മാർ ക്രൂരമായിട്ട് കൊല്ലുകയാണ്. കയ്യും കാലൊക്കെ വരിഞ്ഞ് മുറുക്കി കെട്ടി കഴുത്ത് വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ അവിടെ 5 പവനോളം സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു മാറ്റി അവന്മാർ മുളക് പൊടിയും മതി, അതായത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കണം മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമായിരിക്കും എന്നുള്ളതൊക്കെ തെറ്റിദ്ധരിപ്പിക്കണം. അങ്ങനെ എന്തായാലും ഇത് അടിച്ചു മാറ്റിയിട്ട് ഇവന്മാർ നേരെ ബസ്സിന്, അതായത് ഒരു KSRTC ബസ്സും പിടിച്ചിട്ട് ഇവന്മാർ നേരെ കൊല്ലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ സംഭവിച്ചൊരു ട്വിസ്റ്റ് എന്തെന്നാൽ ഈ 3 ചെക്കന്മാർക്കും അടുത്ത ദിവസം കൊല്ലം പരവൂർ സ്റ്റേഷനിൽ ഹാജരാകേണ്ടി വരികയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ മറിച്ച് ഇവന്മാർ അടിച്ചു മാറ്റിയ സ്വർണ്ണമുണ്ടല്ലോ അത് പണയം വയ്ക്കുക, അതിൻ്റെ ഒരു എന്തോ വളയോ മോതിരമോ എന്തോ പണയം വയ്ക്കാൻ വേറെ ഒരുത്തനെയാണ് ഇവൻ ഏൽപ്പിക്കുന്നത്. ഇവന്മാരുടെ കമ്പനിക്കാരൻ തന്നെയാണ്, അവനും ഒരു പോക്ക് കേസാണ്. അപ്പോൾ അവന് കൊടുക്കുകയാണ്. അവൻ ഓക്കെ പണയമൊക്കെ വെച്ചിട്ട് ഇവന്മാരുടെ പൈസ കൊണ്ട് കൊടുക്കുകയാണ്. അതിനല്ലായിരുന്നു പൊക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പണയം വയ്ക്കാൻ പോയ 4-മനുണ്ടല്ലോ, അവനൊരു 19 വയസ്സുള്ള പെണ്ണിനെ അടിച്ചുകൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ പരാതി കൊടുക്കുകയാണ്, ഈ ചെക്കനെയും പെണ്ണിനെയൊക്കെ പോലീസ് വിളിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇവന്മാർ പരവൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസുകാർ ഇപ്പോൾ പറയുന്ന കാര്യമുണ്ട്, ഇവന്മാർ വളരെ നോർമലായിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പോലീസുകാർക്ക് അറിയാമോ ബ്രൂട്ടൽ കൊലപാതകം, അതായത് ഒരു പ്രൊഫഷണൽ കില്ലേഴ്സിനെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ട്രെയിൻ കയറി ഒരു സ്ഥലത്ത് വരുന്നു, അവിടെ കൊലപാതകം നടത്തിയിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു ബ്രൂട്ടൽ കൊലപാതകം നടത്തിയിട്ടുള്ള കോൾഡ് ബ്ലഡഡ് കുട്ടിക്കൊലയാളികളാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ പോയി. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഇവന്മാരെ പൊക്കുന്നത്. ഇവന്മാരെ പൊക്കിയപ്പോൾ തന്നെ 3 പേരെ 3 സ്ഥലത്തു നിന്നായിരുന്നു പൊക്കിയിട്ടുണ്ടായിരുന്നത്. ഇവന്മാർ ഒരേ മൊഴിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വളരെ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്നായിരുന്നു. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടിക്ക് വയറ്റിലൊരു മുഴയുണ്ട്, അതിന് സർജറി ചെയ്യാൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പോയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോലീസിൻ്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ തത്ത പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മാത്രമല്ല ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ചാറ്റ്, അതായത് ഏറ്റവും വലിയ തെളിവാണല്ലോ ചാറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ബുദ്ധിമതിയായിരുന്നു, അതായത് അതിബുദ്ധിയായിരുന്നു അവൾക്കുണ്ടായിരുന്നു. അവൾ ചാറ്റൊക്കെ അപ്പാപ്പ ക്ലിയർ ചെയ്ത് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇവന്മാരുടെ ചാറ്റൊന്നും ക്ലിയർ അല്ലായിരുന്നു. അങ്ങനെ എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട 4 പ്രതികൾ, 4 കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ കൊട്ടേഷൻ ഏറ്റെടുത്തതാകട്ടെ കുട്ടികൾ തന്നെ. അവന്മാർ പ്രൊഫഷണൽ കില്ലേഴ്സിനെ പോലെ അത് വന്നിട്ട് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് തിരികെ പോവുകയാണ്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, വരുന്നു കൊല്ലുന്നു പോകുന്നു അല്ലേ. ഇതായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വഴിത്തിരിവായി മാറിയിട്ടുണ്ടായിരുന്ന ആ ബേക്കറിക്കാരൻ്റെ മൊഴിയാണ്. ഇനി ഈ ബേക്കറിക്കാരൻ നാട്ടുകാരൊക്കെ പറയുന്നൊരു, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരോടൊന്നും അധികം മിണ്ടാട്ടമില്ലാത്ത വളരെ ഒതുങ്ങി നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. അധികം സുഹൃത്തുക്കളില്ല, സ്കൂളിൽ വരുന്നു പോകുന്നു, അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു. ഇനി നാട്ടുകാർ പറയുന്നത്, ഈ ബേക്കറിക്കാരൻ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി എപ്പോഴും പൊട്ടറ്റോ ചിപ്സ് മേടിക്കാനായിട്ട് കടയിൽ വരുമായിരുന്നു, വന്നാൽ തന്നെ മുഖത്തേക്ക് നോക്കത്തൊന്നുമില്ല,
മേടിക്കുന്നു, പോകുന്നു. നടക്കുമ്പോൾ പോലും നിലത്ത് നോക്കിയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ കയ്യിലുണ്ടാകും, മുഖത്തേക്ക് നോക്കി നടക്കുന്ന സ്വഭാവം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാരും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പേ കൊടുക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ, അതിൽ പറയുന്നതായിട്ട് നമുക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റും. അവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല ഒരു ബ്രൂട്ടൽ സൈക്കോപാത്ത് കൊലയാളിയാണ് ഈ കൊച്ചു പെൺകുട്ടി എന്നുള്ളത്. എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതല്ലേ. എന്തായാലും പോലീസ് 4 പ്രതികളെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികൾക്കുള്ള കോടതിയാണ് ഇവർക്കുള്ള ശിക്ഷാവിധികളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ പോലീസ് ആവശ്യപ്പെടുന്നത് ഈ 3 ചെക്കന്മാരെയും പ്രായപൂർത്തിയായിട്ട് കണ്ട് പരിഗണിച്ച് ശിക്ഷ വിധിക്കണമെന്നുള്ളതാണ്. അങ്ങനെയുള്ള എന്തോ കോടതി വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾ ചെയ്ത കുറ്റകൃത്യം അത്രയും ബ്രൂട്ടലാണെങ്കിൽ അവരെ പ്രായപൂർത്തിയായിട്ട് കണ്ട് വിചാരണ ചെയ്യാമെന്നൊക്കെയുള്ള കോടതി വിധികൾ നിലനിൽപ്പുണ്ട്. പക്ഷേ എപ്പോഴും അത് അങ്ങനെ കാണാറൊന്നുമില്ല. ഇപ്പോൾ നിർഭയ കേസൊക്കെ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് പ്രധാനമായിട്ടും അങ്ങനത്തെ വിധികളും കാര്യങ്ങളൊക്കെ വന്നതെന്ന്. എന്തായാലും പോലീസ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് 3 ചെക്കന്മാരെ മാത്രമാണ്. ഈ പെണ്ണിനെ അങ്ങനെ കണ്ട് വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 16 വയസ്സ് കഴിഞ്ഞാലൊക്കെയാണ് ഇതുപോലെ, അതായത് 16നും 18നും ഇടയിലുള്ള കുട്ടികളുണ്ടല്ലോ, മൈനേഴ്സ് ഉണ്ടല്ലോ, അവരെയാണ് ഇതുപോലെ പ്രായപൂർത്തിയായിട്ട് കണ്ട്, അതായത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രായപൂർത്തിയായിട്ട് കണ്ട് വിചാരണ ചെയ്യാനുള്ള ആ ഒരു നടപടി ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ ഇനി ജെൻഡർ വൈസ് ആയിട്ടുള്ള ഇതാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കിടയിലെ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ്. ഇന്നലെ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത എന്താണെന്നറിയാവോ? ഇതുപോലെ ബോയ്ഫ്രണ്ട്, ഒരു മൈനറായിട്ടുള്ള പെൺകുട്ടിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദ്യം ചെയ്ത പിതാവിനെതിരെ വ്യാജ പോക്സോ കേസ് കൊടുക്കുകയാണ്. അദ്ദേഹം 80 ദിവസത്തോളം ജയിലിൽ കിടക്കുകയാണ്. ഒന്നും അറിയാത്ത പോലെ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ആരായി? സ്വന്തം മകളെ പീഡിപ്പിച്ച അച്ഛനായി. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിലും വലിയൊരു അപമാനം വേറെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷം കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു പെൺകുട്ടി സ്വന്തം പിതാവിനെതിരെ വരെ വ്യാജ പീഡന കേസ് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റി, സ്വന്തം അമ്മയച്ഛനെ ആക്രമിക്കുന്നു, മറ്റുള്ളവരെ കത്തിക്ക് കുത്തിക്കൊല്ലുന്നു, രഞ്ചക്ക് വെച്ച് തലക്കടിച്ച് പൊളിക്കുന്നു, സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കും പണ്ടും അതില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് തലമുറ എടുത്ത് നോക്കിയോ, ഇപ്പോൾ ഈ 2020 ശേഷം, അല്ലെങ്കിൽ ഈ ഒരു 22 ശേഷം ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഭീകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ഒരു തലമുറയിലും കുട്ടികൾക്കിടയിൽ ഇത്രയും വലിയൊരു ക്രൈം കേട്ടുകേൾവിയില്ല. നിങ്ങളുടെ അച്ഛനോടോ അല്ലെങ്കിൽ അപ്പൂപ്പനോടോ ഒരു 80 വയസ്സുള്ള ഒരാളോട് ചോദിച്ചു നോക്കിയോ, അവരൊക്കെ അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് അപൂർവമായിട്ടായിരിക്കും ഇതുപോലുള്ളൊരു ക്രൈമിനെ പറ്റി കേൾക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം പെട്ടെന്നാണ് മാറുന്നത്. പ്രധാനമായിട്ടും ഈ ഫോണിൻ്റെ, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത് നിസ്സാരമല്ല. ഇപ്പോൾ തന്നെ കുട്ടികൾക്കിടയിൽ ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവണതകൾ ഓൺലൈനിൽ വളരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല, കാരണം അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവർ അഡൾട്ടായ ശേഷം എന്ത് വേണമെന്ന് ചെയ്തോട്ടെ, ഇറ്റ്സ് അപ് ടു ദം, അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. പക്ഷേ കുട്ടികളെ സംബന്ധിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നിസ്സാരമല്ല ഒരിക്കലും. അപ്പോൾ അങ്ങനത്തെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ തന്നെ അക്രമാസക്തത കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭീകരമായിട്ട് അവരെ പല മോശാവസ്ഥയിലേക്കും എത്തിക്കാറുണ്ട്. പലപ്പോഴും പണ്ടത്തെ ഒരു തലമുറ തൻ്റെ 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിലൊക്കെ അല്ലെങ്കിൽ പോട്ടെ അതിനേക്കാളും ആ ഒരു ഏജിലൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇവരുടെ കൺമുമ്പിലെത്തുകയാണ്. അവർക്ക് എത്ര വേണമെങ്കിലും അതിനെപ്പറ്റി അതിലൂടെ നോക്കാനും മനസ്സിലാക്കാനും, ഇങ്ങനെയുള്ള ഉദാഹരണം ഒരു ലഹരി ഉപയോഗത്തെ പറ്റിയിട്ടൊക്കെ അറിയാൻ എളുപ്പത്തിൽ സാധിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് കുട്ടികളെ തല്ലുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ ഒന്നും ഇത് മാറാൻ പോകുന്നില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഉപദേശങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടല്ലോ, കുട്ടികളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുന്നതിൻ്റെ അണ്ടർലൈൻ കോസ് ട്രീറ്റ് ചെയ്യുക. എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് സ്കൂളുകളിൽ നല്ല ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. മൊറാലിറ്റി പകർന്നു കൊടുക്കാൻ പറ്റും. കുട്ടികൾ നല്ല വഴിക്ക് പോവുക. അത് ഒരു ഉത്തമ പൗരബോധമുള്ള വ്യക്തിയായിട്ട് വളർത്തിയാലും കുഴപ്പമില്ല, നിങ്ങൾ മൊറാലിറ്റി പറഞ്ഞു കൊടുത്ത് വളർത്തിയാലും കുഴപ്പമില്ല. നമ്മളുടെ കുട്ടികൾ ഇതുപോലുള്ള അവസ്ഥയിൽ പോകരുതെന്ന് തന്നെയല്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കൗൺസിലിംഗ് സെഷൻസ് സ്കൂളുകളിൽ അവിടുത്തെ പ്രിൻസിപ്പാളും PTA ഒക്കെ ഇടപെട്ട് സംഘടിപ്പിക്കുക. ഇതുപോലുള്ള കുട്ടികൾ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചാൽ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കുക. ചില ടീച്ചേഴ്സൊക്കെ ഉണ്ട്, എൻ്റെ കാലത്തോ അതൊക്കെ അവൻ്റെ അഹങ്കാരമാണ്, അവൻ ഇരിക്കുന്ന കണ്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല. അപ്പോൾ പെട്ടെന്നൊരു കുട്ടി ഡൗൺ ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുക. അങ്ങനെ എന്തോരം കേസുകൾ പുറത്ത് വന്നിട്ടുണ്ടെന്നോ. ഇപ്പോൾ ആ ഫിലിപ്പ് മമ്പാടിൻ്റെ കേസൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂളിൽ നടത്തിയിട്ടുള്ള കൗൺസിലിംഗ് അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ സ്കൂളുകളിലെ കൗൺസിലിംഗ്, ടീച്ചേഴ്സിൻ്റെ ഇടപെടലാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ കേവലം ഈ
അക്കാഡമിക് ടെക്സ്റ്റിലെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന വ്യക്തി മാത്രമല്ല, ജീവിതത്തിലെ വെളിച്ചവും വഴികാട്ടിയാണെന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കൊച്ചുകുട്ടികളെ ദുരുപയോഗം ചെയ്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൈംസ് ഒക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ലോകത്തോട് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിലും ചൈൽഡ് വെൽഫെയർ ഇതിലൊക്കെ പറയുന്നത് ടീച്ചേഴ്സാണ്. കാരണം ടീച്ചേഴ്സിനോട് അവർ സംസാരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികളോട് അവർ സംസാരിക്കും, വീട്ടിലെ മാതാപിതാക്കളോട് സംസാരിക്കാനുള്ള സാഹചര്യം ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞേക്കുന്ന ഒന്നാണ്, കുട്ടികൾക്ക് വീട്ടിൽ എന്നും തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ്, ഒരു സേഫ് സ്പേസ് അവർക്കുണ്ടാക്കണം. അതായത് ഒരു പ്രശ്നം സംഭവിച്ചാൽ ഏറ്റവും ആദ്യം ഓടി വന്ന് പറയാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇടമാണ് തങ്ങളുടെ വീടും തങ്ങളുടെ അച്ഛനും അമ്മയും എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് കുട്ടികൾ ഉണ്ടാക്കേണ്ടത്. അത് നിങ്ങൾ കുട്ടികളെ തല്ലിയും ചീത്ത പറഞ്ഞും വളർത്തി തുടങ്ങിയാൽ അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഒരു കാലത്തും നിങ്ങളെ നല്ലൊരു വ്യക്തിയായിട്ട് അവർ വിശ്വസിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മറിച്ച് സൗഹൃദപരമായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം. അല്ലാതെ നിങ്ങൾ കുട്ടിയെ തല്ലിയും വഴക്ക് പറഞ്ഞും അവനെ പേടിപ്പിച്ച് വളർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, ആ കുട്ടി ഒന്നും നിങ്ങളോട് പറയില്ല. കുട്ടി ഏത് വഴിക്കാണ് പോകുന്നതെന്ന് പോലും, എന്താണ് അവൻ്റെ മനസ്സിൽ, എന്താണ് അവൻ ചെയ്യുന്നത്, ഇതൊന്നും നിങ്ങളറിയാൻ പോകുന്നില്ല. ഇതുപോലുള്ള അപ്പോൾ അവന് കംഫോർട്ടബിൾ ആയിട്ടുള്ള പല സംഘങ്ങളും അവന് കിട്ടും. അപ്പോൾ അവർ ഏറ്റവും പ്രശ്നക്കാരായിരിക്കും. ഇതിലെ ചെക്കന്മാരെ പോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ, കഞ്ചാവും മയക്കുമരുന്നും കള്ളുമൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവരായിരിക്കും. ആ ഗ്യാങ്ങിൽ പോയിട്ടായിരിക്കും പെടുന്നത്. കാരണം അവിടുന്ന് സ്നേഹം കിട്ടുന്നതായിട്ട് കുട്ടികൾക്ക് തോന്നും. കാരണം കുട്ടികളുടെ മനസ്സാണ്, അവർക്ക് അറിയില്ല. അപ്പോൾ സ്നേഹം കിട്ടുക എന്ന് പറയുമ്പോൾ അവരത് വിശ്വസിച്ച് അങ്ങോട്ട് പോകും. പക്ഷേ ആ ഒരു കുട്ടികളെ അവർ പെടുത്തുമായിരിക്കും. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ അത് ചികിത്സ കൊടുക്കേണ്ടതിൻ്റെ വേരുകളിലാണ്, എന്താണ് അണ്ടർലൈങ് ആയിട്ടുള്ള പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.